ഹയർ സെക്കൻഡറി മാത്സ് പരീക്ഷ എഴുതുന്ന എല്ലാ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 10 വെക്റ്റർ ഓൾജിബ്ര. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതും ലെങ്തി അല്ലാത്തതുമായ ഒരു നല്ല ചാപ്റ്റർ. ഇവിടെ ഈ വീഡിയോയിൽ ടു ചെക്ക് ദ കൊളീനിയാരിറ്റി ഓഫ് ടു വെക്റ്റേഴ്സ്, ടു ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ, to find a vector in the direction of the vector with a magnitude, to check the perpendicularity of two vectors, to find the projection of a vector, to find the angle between two vectors, to find the area of a triangle, to find the area of a parallelogram, to find a vector along the diagonal of a parallelogram. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ അടങ്ങിയ ഒരു നല്ല ചാപ്റ്ററാണ് വെക്റ്റർ ഓൾജിബ്ര. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായി പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഷോ ദാറ്റ് വെക്റ്റർ എ ഈക്വൽ ടു 2i മൈനസ് 3j പ്ലസ് 4k ആൻഡ് വെക്റ്റർ ബി ഈക്വൽ ടു മൈനസ് 4i പ്ലസ് 6j മൈനസ് 8k ആർ കൊളീനിയർ. ഇവിടെ രണ്ട് വെക്റ്ററാണ് തന്നിരിക്കുന്നത്. ഇവ കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ആ രണ്ട് വെക്റ്ററിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. എ എന്ന വെക്റ്ററിലെ ഐയുടെ കമ്പോണൻറ്റ് 2 ആണ്. ബി എന്ന വെക്റ്ററിലെ ഐയുടെ കമ്പോണൻറ്റ് -4. ഇതുപ്രകാരം ജെയുടെ കമ്പോണൻറ്റ് എയിലെ വെക്റ്റർ -3 ആണെങ്കിൽ ബിയുടെ വെക്റ്റർ 6 ആണ്. കെയുടെ കമ്പോണൻറ്റ് എയിലെ വെക്റ്റർ 4 ആണ്, ബിയിലെ -8 ആണ്. അതായത് ഇത് രണ്ടും തമ്മിലുള്ളൊരു പ്രത്യേകത നമുക്കിങ്ങനെ കാണാം. ബി എന്ന വെക്റ്റർ കിട്ടാൻ എ എന്ന വെക്റ്ററിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ബി ഈക്വൽ ടു -2 ഇൻറ്റു വെക്റ്റർ എ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വെക്റ്ററിനെ മറ്റൊരു വെക്റ്ററിൻ്റെ സ്കേലാർ മൾട്ടിപ്ലിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ആ രണ്ട് വെക്റ്ററും കൊളീനിയർ ആണെന്ന് കാണാം. ദെർഫോർ എ ആൻഡ് ബി ആർ കൊളീനിയർ. ഇതേ ചോദ്യം തന്നെ ഇതിൻ്റെ കൂടെ ഒരു വെക്റ്റർ തന്നതിന് ശേഷം ആ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ, ഉദാഹരണമായി എ എന്ന ഈ തന്നിരിക്കുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കാണാൻ അതിൻ്റെ ഐ, ജെ, കെ എന്നിവയുടെ കമ്പോണൻറ്റുകൾ എഴുതിയാൽ മതി. അതായത് എ എന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2 - 3 4. അതുപോലെ ബി എന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണെങ്കിൽ -4 6 -8. അതായത് കൊളീനിയർ ആണെന്ന് നമുക്ക് മറ്റൊരു രീതിയിലും കൂടി വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അതായത് ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആണ് എന്ന് കാണാം. അതായത് 2/-4 ഈക്വൽ ടു -3/6 ഈക്വൽ ടു 4/-8. അതേ രീതിയിൽ കൂടി നമുക്ക് വേണമെങ്കിൽ രണ്ട് വെക്റ്ററുകൾ കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ വെക്റ്റർ എ ഈക്വൽ ടു 3i മൈനസ് 4j പ്ലസ് 5k. ഒരേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കാണാൻ തന്നിരിക്കുന്ന വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിനുവേണ്ടി നാം ആദ്യം എ എന്ന വെക്റ്ററിൻ്റെ മോഡുലസ് കാണുന്നു. മോഡുലസ് ഓഫ് വെക്റ്റർ എ കാണാൻ വേണ്ടിയിട്ട് √3² പ്ലസ് 4² പ്ലസ് 5², അതായത് ഐ, ജെ, കെ എന്നിവയുടെ കമ്പോണൻറ്റുകളുടെ സ്ക്വയർ, അതിൻ്റെ സം, ആ ആൻസറിനെ റൂട്ട് കണ്ടാൽ മതി. ദെർഫോർ √3² പ്ലസ് 4² പ്ലസ് 5² ഈക്വൽ ടു √9 പ്ലസ് 16 പ്ലസ് 25 ഈക്വൽ ടു √50. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 2√5. ഇനി നമുക്കിവിടെ കാണാനുള്ളത് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ വെക്റ്റർ വെക്റ്റർ എ. അതായത് 1/മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ എ. എ ക്യാപ്പ് എന്ന യൂണിറ്റ് വെക്റ്റർ കാണാൻ ഇവിടെ തന്നിരിക്കുന്ന 1/2√5 ഇൻറ്റു ഗിവൺ വെക്റ്റർ 3i മൈനസ് 4j പ്ലസ് 5k. ഇങ്ങനെയാണ് അതേ ഡയറക്ഷനിലുള്ള തന്നിരിക്കുന്ന വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കാണുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഈ യൂണിറ്റ് വെക്റ്ററിന് ഒരു മാഗ്നിറ്റ്യൂഡും കൂടിയാണെങ്കിൽ നാം എങ്ങനെയാണ് കാണേണ്ടത്? അതായത് ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ്സ്. നേരത്തെയുള്ള അതേ വെക്റ്റർ തന്നെയാണ് ഇവിടെയും.
അപ്പോൾ നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെ മോഡുലസ് ഓഫ് വെക്ടർ എ നാം കണ്ടുപിടിക്കുന്നു. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നത് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ വെക്ടർ എ ഈക്വൽ ടു നേരത്തെ എഴുതിയ അതേ രീതിയിൽ. അതിൻ്റെ പുറമെ മാഗ്നിറ്റ്യൂഡ് 5 ആണെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറിനോട് കൂടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. അതായത് 5 ഇൻറ്റു 1/2 റൂട്ട് 5 ഇൻറ്റു 3i മൈനസ് 4j പ്ലസ് 5k. ഇത് തന്നെ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ റൂട്ട് 5/2 ഇൻറ്റു 3i മൈനസ് 4j പ്ലസ് 5k. ഇത് തന്നെ 7 യൂണിറ്റ് ആണെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 യൂണിറ്റ് ആണെങ്കിൽ 10 ഇൻറ്റു നേരത്തെയുള്ള എ ക്യാപ് ചെയ്താൽ ആൻസർ ലഭിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. If vector A equal to 5i minus j minus 3k, vector B equal to I plus 3j minus 5k, then show that the vectors vector A plus b and a minus b are perpendicular. രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. ആ രണ്ട് വെക്ടറിൻ്റെ സം മറ്റൊന്ന് ഡിഫറൻസ്. ഇവ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാവുന്ന ആശയം, രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടതിന് ശേഷം അത് 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് എ പ്ലസ് ബി കാണുന്നു. വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ഇത് രണ്ടും കാണാൻ കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യുന്നു. 5i പ്ലസ് i, 6i മൈനസ് ജെ പ്ലസ് 3j, അതുപോലെ മൈനസ് 3k പ്ലസ് മൈനസ് 5k. സിംപ്ലിഫൈ ചെയ്താൽ 6i പ്ലസ് 2j മൈനസ് 8k. ഇതേ രീതിയിൽ എ മൈനസ് ബി, വെക്ടർ എ മൈനസ് വെക്ടർ ബി, 5i മൈനസ് i മൈനസ് j മൈനസ് 3j മൈനസ് 3k മൈനസ് മൈനസ് 5k ഈക്വൽ ടു 4i മൈനസ് 4j പ്ലസ് 2k. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് തന്നിരിക്കുന്ന വെക്ടറുകൾ രണ്ടും ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഇനി ഇവയുടെ ഡോട്ട് പ്രോഡക്റ്റാണ് നാം കാണുന്നത്. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി, എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ കമ്പോണൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 ഇൻറ്റു 4 24, 2 ഇൻറ്റു മൈനസ് 4 മൈനസ് 8 ഇൻറ്റു 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 4 24, ദെൻ മൈനസ് 8 മൈനസ് 16. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം therefore എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ വെക്ടർ എ ഓൺ ദ വെക്ടർ വെക്ടർ ബി. ഇവിടെ നമുക്കറിയാം പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. അതിനുവേണ്ടി നാം ആദ്യം എ ഡോട്ട് ബി കാണുന്നു. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ 2 ഇൻറ്റു 1, ദെൻ പ്ലസ് 3 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1. ഇവിടെ ചെയ്തത് ഐയുടെ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 2 ഇൻറ്റു 1, 3 ഇൻറ്റു 2, 2 ഇൻറ്റു 1, 2 ഇൻറ്റു 1 2, 3 ഇൻറ്റു 2 6, 2 ഇൻറ്റു 1 2. സിംപ്ലിഫൈ ചെയ്താൽ 10. എ ഡോട്ട് ബി കിട്ടി. ദെൻ മോഡുലസ് ഓഫ് വെക്ടർ ബി, ബിയുടെ കമ്പോണൻറ്റ് 1 2 1, റൂട്ട് ഓഫ് 1 സ്ക്വയർ 2 സ്ക്വയർ 1 സ്ക്വയർ, അതായത് റൂട്ട് 6. ഇനി നാം ഡയറക്റ്റ് ആയിട്ട് ഫോർമുല പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. സിംപ്ലിഫൈ ചെയ്താൽ 10 ബൈ റൂട്ട് 6. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ. Then question number 6. Find the area of a triangle having the points capital A 1 1 1, capital B 1 2 3 and capital C 2 3 1 as vertices. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ അതിന് എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് എ ബി എ സി, ഏത് രണ്ട് സൈഡ് എടുത്താലും അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ തൽക്കാലം സൗകര്യത്തിന് നാം ഇവിടെ എ ബി എന്ന വെക്റ്റർ കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം എ ബി എന്ന വെക്റ്റർ കാണാൻ ഒ ബി മൈനസ് ഒ എ. ഇവിടെ ബിയുടെ പോയിൻ്റ് 1 2 3 ആണ്. അതിൽ നിന്ന് എയുടെ പോയിൻ്റായ 1 1 1 കുറയ്ക്കുന്നു.
അതായത് 1 മൈനസ് 1 0 I, 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ j, 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2k. അപ്പോൾ j പ്ലസ് 2k. ദെൻ എ സി ആണെങ്കിൽ സിയിൽ നിന്ന് എ കുറയ്ക്കുന്നു. 2 മൈനസ് 1 എന്ന് അതേ രീതിയിൽ ഓരോ പോയിൻറ്റും. അപ്പോൾ ഇവിടെ 2 മൈനസ് 1 1i, 3 മൈനസ് 1 2j, 1 മൈനസ് 1 0k. അപ്പോൾ എ ബി എ സി. ദെൻ എ ബി ക്രോസ് എ സി ആണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ എ ബി ഇവിടെ മോഡുലസിൻ്റെ ആവശ്യം ആദ്യമില്ല. എ ബി ക്രോസ് എ സിയെ വേണ്ടു. ഐ ജെ കെ. ദെൻ 0i ആണ്, അതുകൊണ്ട് 0, j 1 2. ദെൻ 1 2 0. ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. I ഇൻറ്റു 0 മൈനസ് 4. ദെൻ മൈനസ് j ഇൻറ്റു 0 മൈനസ് 2. ദെൻ പ്ലസ് k ഇൻറ്റു 0 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് 4i പ്ലസ് 2j മൈനസ് k. ദെൻ മോഡ് എ ക്രോസ് ബി. ആദ്യം മോഡ് എ ക്രോസ് ബിയുടെ ആവശ്യമില്ല, ഇവിടെ എ ക്രോസ് ബിയെ വേണ്ടു. ഇവിടെയാണ് ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 4 സ്ക്വയർ 2 സ്ക്വയർ 1 സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ 16 പ്ലസ് 4 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 21. ട്രയാങ്കിളിൻ്റെ ആയതുകൊണ്ട് 1/2 ഇൻറ്റു റൂട്ട് 21, അതായത് റൂട്ട് 21/2 സ്ക്വയർ യൂണിറ്റാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ക്വസ്റ്റ്യൻ നമ്പർ 7. Find the area of a parallelogram whose adjacent sides are given by the vertices vector A 3i plus j plus 4k, vector B equal to I minus j plus k. അതിനുവേണ്ടി നാം ആദ്യം എ ക്രോസ് ബി കാണുന്നു. മോഡ് എ ക്രോസ് ബി അല്ല, എ ക്രോസ് ബി മതി. ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. എയുടെ കമ്പോണൻറ്റ് 3 1 4 3 1 4. ബിയുടെ കമ്പോണൻറ്റ് I മൈനസ് ജെ പ്ലസ് കെ, അതുകൊണ്ട് 1 മൈനസ് 1 1. എക്സ്പാൻഡ് ചെയ്താൽ ഐ ഇൻറ്റു ഐ ഉൾപ്പെടുന്ന റോ കോളം ഡിലീറ്റ് ചെയ്താൽ 1 മൈനസ് മൈനസ് 4. ദെൻ മൈനസ് ജെ ഇൻറ്റു ജെ ഉൾപ്പെടുന്ന റോ കോളം മാറ്റിയാൽ 3 ഇൻറ്റു 1 3 മൈനസ് 4. ദെൻ കെ ഉൾപ്പെടുന്ന റോ കോളം ഡിലീറ്റ് ചെയ്താൽ മൈനസ് 3 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്താൽ 5i പ്ലസ് ജെ മൈനസ് 4k. ഇനി ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ 1 സ്ക്വയർ 4 സ്ക്വയർ. 25 1 16 ഈക്വൽ ടു 42. ഇത് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണ്, അതുകൊണ്ട് ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതില്ല. അതായത് ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈക്വൽ ടു റൂട്ട് 42 സ്ക്വയർ യൂണിറ്റ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വെക്ടർ എ ഐ പ്ലസ് ജെ മൈനസ് കെ ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ഐ മൈനസ് ജെ പ്ലസ് കെ. ഇവിടെ നാം കാണുന്നത് കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. അതിനുവേണ്ടി ആദ്യം എ ഡോട്ട് ബി കാണുന്നു. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. സിംപ്ലിഫൈ ചെയ്താൽ ഐയുടെ കമ്പോണൻറ്റ് 1 ഇൻറ്റു 1 പ്ലസ് ജെ 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1. സിംപ്ലിഫൈ ചെയ്താൽ 1 മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1. എ ഡോട്ട് ബി കിട്ടി. ദെൻ മോഡുലസ് ഓഫ് വെക്ടർ എ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3. ദെൻ മോഡുലസ് ഓഫ് വെക്ടർ ബി അതും ഇതേ രീതിയിൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3 എന്ന് കാണാം. ഇനി ഇവിടെ നാം ഡയറക്റ്റ് ഫോർമുല കൊടുത്താൽ കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി 1 മൈനസ് 1 ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഈക്വൽ ടു മൈനസ് 1 ബൈ 3. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് 1 ബൈ 3. ഇതേ രീതിയിൽ രണ്ട് വെക്ടർ തരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി എന്ന ഫോർമുല ഉപയോഗിച്ച്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. If the projection of vector A equal to 3i plus 4j plus 5k on vector B is 5. Projection of A on B is 5. Find
ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, ഒരു വെക്റ്ററും തന്നിട്ടുണ്ട്. ആ രണ്ട് വെക്റ്ററും തമ്മിലുള്ള ആംഗിളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ അറിയാവുന്നത് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് ബി. അതാണ് തന്നിരിക്കുന്ന 5. ഇനി കൂടാതെ നമുക്കറിയാവുന്നത് എ എന്ന വെക്റ്റർ അറിയാം, അതിൻ്റെ മോഡുലസ് നമുക്ക് കാണാം. മോഡുലസ് ഓഫ് വെക്റ്റർ എ ഈക്വൽ ടു √50, അതായത് 5√2. ഇനി നമുക്കറിയാവുന്ന ഫോർമുല, കാണേണ്ടത് ആംഗിളാണ്. അതായത് കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ഈക്വൽ ടു ഇതിനെ എ ഡോട്ട് ബി ബൈ മോഡ് ബി. ഇത് പ്രൊജക്ഷനാണ്, തന്നിരിക്കുന്ന പ്രൊജക്ഷനാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 5 എന്നെഴുതാം. ഇനി ബാക്കി എയുടെ വാല്യൂ നമുക്കറിയാം 5√2 ആണ്. അതുകൊണ്ട് 5/5√2 എന്ന രൂപത്തിൽ ഇതിനെ മാറ്റി എഴുതാം. ഈക്വൽ ടു 1/√2. കോസ് തീറ്റ 1/√2 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു π/4. രണ്ടും തമ്മിലുള്ള ആംഗിൾ, എയും ബിയും തമ്മിലുള്ള ആംഗിൾ π/4. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എ ഡോട്ട് ബി ബൈ മോഡ് ബി എന്നുള്ളതാണ് പ്രൊജക്ഷൻ. അതാണ് തന്നിരിക്കുന്ന 5. ആ 5 എന്നുള്ളതിനെ മോഡുലസ് ഓഫ് വെക്റ്റർ എ 5√2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് 5/5√2. ദെൻ 10ാമത്തെ ചോദ്യം. ലെറ്റ് വെക്റ്റർ എ 5i minus j minus 3k, വെക്റ്റർ ബി i plus 3j minus 5k. Find a unit vector along the diagonal of a parallelogram with adjacent sides a and b. ഇവിടെ നമുക്ക് അറിയാവുന്നത് വെക്റ്റർ എ തന്നിട്ടുണ്ട്, വെക്റ്റർ ബി തന്നിട്ടുണ്ട്. ഈ രണ്ട് വെക്റ്ററും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇതിൻ്റെ ഡയഗണൽ. ഇതാണ് നാം അറിയേണ്ട അടിസ്ഥാനപരമായ ഒരു ആശയം. ഇപ്പോൾ രണ്ടിൻ്റെയും ഡയഗണൽ കാണാൻ എ പ്ലസ് ബി കണ്ടാൽ മതി. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. എ പ്ലസ് ബി കാണാൻ കറസ്പോണ്ടിങ് കമ്പോണൻ്റ് ആഡ് ചെയ്യുന്നു. 5i plus i, 6i minus j plus 3j plus 2j minus 3k plus minus 5k, അതായത് മൈനസ് 8k. ഇപ്പോൾ എ പ്ലസ് ബി കിട്ടി. ഈ എ പ്ലസ് ബി എന്നുള്ളതാണ് ഡയഗണൽ. ഈ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മോഡുലസ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ അലോങ് ഡയഗണൽ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ മോഡ് എ പ്ലസ് ബി. എ പ്ലസ് ബി നമുക്കറിയാം, തന്നിട്ടുണ്ട്, കണ്ടെത്തിയതാണ്. 6i പ്ലസ് 2j മൈനസ് 8k. ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈക്വൽ ടു മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 സ്ക്വയർ 36, 2 സ്ക്വയർ 4, 8 സ്ക്വയർ 64 ഈക്വൽ ടു 6i പ്ലസ് 2j മൈനസ് 8k ബൈ √104. ഇതേ രീതിയിൽ രണ്ട് വെക്റ്റർ തന്നാൽ അതിൻ്റെ ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം, എയും ബിയും അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ കാണാൻ തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്ന ഒരു ആശയമാണ് നാം ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായ എന്നാൽ ലെങ്തി അല്ലാത്ത ഒരു നല്ല ചാപ്റ്ററാണ് ഈ വെക്റ്റർ ഓൾജിബ്ര. അടുത്ത വീഡിയോയിൽ നാം ബേസ് തിയറം, അതായത് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ബേസ് തിയറം. ആ ബേസ് തിയറം ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് വിശദമായി പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.